സംസ്ഥാന സർക്കാർ പ്രവർത്തനാനുമതി നൽകിയ പാലക്കാട്ടെ ഒയാസിസ് മദ്യക്കമ്പനി നിർമ്മാണ പ്ലാന്റ് സ്ഥലത്തേക്ക് ബിജെപി കോൺഗ്രസ് പ്രവർത്തകരെത്തി കൊടിനാട്ടി പ്രതിഷേധിച്ചു. സമരത്തിന്റെ രൂപം മാറും. ജനവഞ്ചകരെ സർക്കാർ ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട. ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട. വേണ്ടേ വേണ്ട. കോൺഗ്രസ് സിന്ദാബാദ്. പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠന്റെ നേതൃത്വത്തിൽ സംഘടിച്ചെത്തിയാണ് കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്ത് കൊടിനാട്ടിയത്. രൂക്ഷമായ ജലക്ഷാമം നിലനിൽക്കുന്ന സ്ഥലത്ത് ഒരു കാരണവശാലും മദ്യക്കമ്പനിയുടെ പ്രവർത്തനം അനുവദിക്കില്ലെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ അഴിമതിയാണ് പദ്ധതിയെന്നും ആവർത്തിച്ചു. ഒരു കാര്യം പറയാം, പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വരൾച്ച അനുഭവിക്കുന്ന, ഏറ്റവും കൂടുതൽ കുടിവെള്ള ക്ഷാമം അനുഭവിക്കുന്ന ഒരു പഞ്ചായത്താണ്. ഏകദേശം 400-ലധികം കുഴൽക്കിണറുകളാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ആശ്രയം. അതിലും 100 കണക്കിന് കുഴൽക്കിണറിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല. ഇതുപോലെ രൂക്ഷമായ കുടിവെള്ള ക്ഷാമം അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ പ്രയാസപ്പെടുന്ന ഈ സ്ഥലത്ത് ഇത്തരത്തിലൊരു ഡിസ്റ്റിലറി കൊണ്ടുവരാൻ മന്ത്രിസഭ തീരുമാനിച്ചത് ജനവിരുദ്ധമായിട്ടുള്ള ഒരു തീരുമാനമാണ്. ഈ കമ്പനി ഒരുപാട് അഴിമതി ആരോപണങ്ങളിലും പ്രകൃതിയെ ചൂഷണം ചെയ്ത കാര്യത്തിലും പ്രതിക്കൂട്ട് നിൽക്കുന്ന കമ്പനിയാണ്. ആ കമ്പനിയെ വെള്ള പൂശിക്കൊണ്ട് ഇവിടെ കൊണ്ടുവരാം. 600 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ധാരാളം തൊഴിൽ കിട്ടും, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടും എന്നൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മന്ത്രിസഭ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം മന്ത്രിസഭയുടെ കടലാസിൽ മാത്രമേ, ഫയലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു കാരണവശാലും ഇവിടെ നടപ്പാക്കാൻ സംഭവിക്കില്ല. ആ കമ്പനിയുടെ പ്രതിനിധികൾക്ക് പോലും ഈ പ്രദേശത്ത് പ്രവർത്തിക്കാൻ കഴിയില്ല. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള അതിശക്തമായ ബഹുജന പ്രക്ഷോഭം മന്ത്രിസഭ കാണേണ്ടി വരും, ഗവൺമെന്റിന് നോക്കേണ്ടി വരും. തുടർ ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനാണ് കോൺഗ്രസ് തീരുമാനം. അതിന്റെ ഭാഗമായി നാളെ പ്ലാന്റിന്റെ സ്ഥലത്തേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട്. കുടിവെള്ളക്ഷാമം രൂക്ഷമായിടത്ത് ഇത്തരം ജലമുറ്റി കമ്പനിക്ക് പ്രവർത്തന അനുമതി നൽകിയത് ദുരൂഹമാണെന്ന് ബിജെപി നേതാവ് ഓമനക്കുട്ടൻ പറഞ്ഞു. സിപിഎം സമ്മേളനങ്ങൾക്ക് ചിലവാക്കുന്ന കോടിക്കണക്കിന് രൂപ മദ്യനിർമ്മാണ കമ്പനിയുടെ സ്പോൺസർഷിപ്പാണെന്നും ആരോപിച്ചു. ഈ മണ്ണുകാട് പ്രദേശത്ത് ഇതുപോലെ ഒരു സ്ഥാപനം വന്നാൽ വലിയൊരു അപകടം പതിയിരിക്കുന്നുണ്ട്. ഇതിനെതിരെ ശക്തമായ സമര പരിപാടികളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോവുകയാണ്. നാളെ ആദ്യപടി എന്ന നിലയിൽ നാളെ എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വൻ സമരത്തിന്റെ തുടക്കം കുറിക്കുകയാണ്. കോൺഗ്രസ് നടത്തുന്ന സമരത്തിൽ ആത്മാർത്ഥതയില്ലെന്ന് പറഞ്ഞ ബിജെപി കമ്പനിക്ക് സ്ഥലം ഏറ്റെടുത്തു നൽകാൻ ഒപ്പം നിൽക്കുന്നത് കോൺഗ്രസുകാരാണെന്നും ആരോപിച്ചു. നാളെ എലപ്പുള്ളി പഞ്ചായത്ത് ഓഫീസിലേക്ക് ബിജെപി മാർച്ച് നടത്തും. ഇതിനിടെ തങ്ങളറിയാതെ തങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമി മദ്യക്കമ്പനിക്ക് മറിച്ചുവിറ്റു എന്ന ആരോപണവുമായി സമീപവാസികളായ ദേവി, കനക, സുമിത്ര തുടങ്ങിയ വീട്ടമ്മമാരും രംഗത്തെത്തി. ഇവരുടെ ആധാരം കൈവശപ്പെടുത്തിയ പരിസരവാസി സ്ഥലം കമ്പനിക്ക് വിൽക്കുകയായിരുന്നുവെന്ന് ഇവർ പറഞ്ഞു. 2 ആഴ്ച മുന്നേ ഞങ്ങൾ ഇവിടെ പഞ്ചായത്തിൽ വില്ലേജിൽ പോയിട്ടുണ്ടായിരുന്നു. വില്ലേജിൽ പോയപ്പോൾ കമ്പനിക്കാർ ഈ സ്ഥലം കയ്യേറിയിരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കയ്യേറി പറഞ്ഞപ്പോ ശരി, ഞങ്ങളിതിൽ എന്താ നടപടി എടുക്കുക പറഞ്ഞപ്പോ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. കുടുംബാംഗങ്ങൾ എല്ലാവരും ഈ രംഗത്തായിട്ട് പിന്നെ വന്നിട്ടുണ്ട്. 2 ഏക്കറിൽ താഴെയുണ്ട് സ്ഥലം. സ്ഥലം കമ്പനിക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. ഇതിൽ പർവിജൻ പറഞ്ഞ വ്യക്തിയും അപ്പുക്കുട്ടൻ പറഞ്ഞ വ്യക്തിയും കൂടിയിട്ട് കമ്പനിക്കാർക്ക് മറിച്ചു വിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ അതിൽ ആധാരം ഉണ്ടായിരുന്നില്ല. നികുതി കെട്ടിയ കടലാസുകളുണ്ട്. അടിയാധാരങ്ങൾ മുഴുവനും ഈ പർവിജൻ പറഞ്ഞവരുടെ കയ്യിലായതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ കുറെ തവണ അവരുടെ വീട്ടിൽ പോയിട്ട് അതിന്റെ ഫോട്ടോസ്റ്റാറ്റോ എന്തെങ്കിലും ചോദിച്ചപ്പോൾ അവര് ഞങ്ങളുടെ ഇല്ല, ഇത് വിറ്റുപോയിരിക്കുകയാണ്. കമ്പനിക്കാർ ഡൽഹിയിലെ ഒരാൾക്കാരാണ് വാങ്ങിയിരിക്കുന്നത്. ഞങ്ങളുടെ ആധാരമില്ല, നിങ്ങൾ വേറെ പോകുംവഴി എന്തെങ്കിലും നോക്കിയും പറഞ്ഞു. ഞങ്ങൾ ഇതിൽ രംഗത്തിറങ്ങി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ മയിൽശല്യം കാരണം കൃഷി ഉപേക്ഷിച്ച 1.5 ഏക്കറിലേറെ സ്ഥലമാണ് ഇവർക്ക് നഷ്ടമായതത്രേ. സ്ഥലത്തിന്റെ കരമടച്ച രസീതുകളും അവർ ഉയർത്തി കാണിച്ചു. ഭൂമി അത്തരത്തിൽ കൈമാറാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഇവരെ ആശ്വസിപ്പിച്ച വി കെ ശ്രീകണ്ഠൻ എം പി നഷ്ടപ്പെട്ട ഭൂമി ഇവർക്ക് ലഭ്യമാകാൻ ഇടപെടുമെന്നും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.